أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد وعلى آل سيدنا മുഹമ്മദ്. പ്രവാചകന്മാരിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പ് ഏറ്റവും കൂടുതൽ ഉന്നതമായ സ്ഥാനം നൽകി അള്ളാഹു ആദരിച്ച പ്രവാചകനാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഈ ലോകത്തെ പടച്ചപ്പോൾ അതിൽ നിന്നെല്ലാം അകന്നുകൊണ്ട് ജനങ്ങൾ വഴികേടിലായിക്കൊണ്ട് ബിംബങ്ങളെ ആരാധിക്കാൻ തുടങ്ങിയ സമയത്തേക്ക് പ്രവാചകന്മാർ അയച്ചതുപോലെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു ആ ജനതയ്ക്കിടയിലേക്ക് നിയോഗിച്ചതാണ്. വളരെ ഒരുപാട് ചെറുപ്പത്തിൽ തന്നെ അള്ളാഹു വിജ്ഞാനം നൽകുകയും യഥാർത്ഥ പാതയിലേക്ക് നയിക്കുകയും ചെയ്തു. മാത്രവുമല്ല അള്ളാഹുവിൻ്റെ എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും വിജയപൂർവ്വം വിജയിച്ച മഹാനുഭാവനും കൂടിയാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഖലീലുല്ലാഹ്, അള്ളാഹുവിൻ്റെ കൂട്ടാകാരൻ. ഒരൊറ്റ ജനതയിൽ ഒരാൾ പോലും വിശ്വസിക്കാത്ത സമയത്തും അള്ളാഹുവിനെ മാത്രം തൻ്റെ കൂട്ടാളിയായി ഏതവസ്ഥയിലും അള്ളാഹുവിനെ മാത്രം കൂട്ടുപിടിച്ച് ജീവിച്ച മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചിരുന്നു, അള്ളാഹുവേ, നീ എൻ്റെക്ക് ശേഷം നീ ജനങ്ങളിൽ നീ ഓർമ്മപ്പെടുത്തണമേ. അതുകൊണ്ട് ജൂതന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിമീങ്ങളും അവരെല്ലാവരും അവരുടെ വേദഗ്രന്ഥത്തിൽ ഇന്നും മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു. പല പേരുകളായിട്ട് അബ്രഹാമെന്നും ഇബ്രാഹിമെന്നും എല്ലാം അവർ ഇന്നും സ്നേഹിച്ചു പോകുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനനം, ആ ജനന സമയത്ത് നമ്രൂദ് ലഅനത്തുല്ലാഹി അലൈഹി വലിയ ക്രൂരനായ ഭരണാധികാരി ഭരിച്ച സമയം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ജനങ്ങൾക്കിടയിലേക്ക് അള്ളാഹു നിയോഗിച്ച സമയം, ആരോ നമ്രൂദിൻ്റെ കൊട്ടാരത്തിലെ ജ്യോത്സ്യൻ നോക്കിയിട്ട് പറഞ്ഞു, ഒരു കുട്ടി ജനിക്കും, ആ കുട്ടി ജനിച്ചാൽ നിനക്ക് നാശം വരും, നിൻ്റെ ഈ ഒരു ലോകത്തെ നീ അടക്കി ഭരിക്കുന്ന നിൻ്റെ സ്വഭാവം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്രൂദ് ലഅനത്തുല്ലാഹി ഓർഡർ ഇട്ടു. കേട്ടാൽ ഞെട്ടിപ്പോകുന്ന ഓർഡർ, ഇനി മുതൽ ആരും ബന്ധപ്പെടാൻ പാടില്ല, കുട്ടികൾ ജനിക്കാൻ പാടില്ല. അങ്ങനെ ഇരിക്കെ അള്ളാഹുവിൻ്റെ വിധികൾ നടന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ചപ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉമ്മ ഒരു മാളത്തിൽ വെച്ചാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വളർത്തിക്കൊണ്ടുവന്നത്. അങ്ങനെ വളർന്നു വന്നപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ പിതാവിനെ പറ്റി ഖുർആൻ പറയുന്നു, ആസർ എന്നാണ് പേര്. അദ്ദേഹത്തിൻ്റെ ജോലിയോ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുക. വളരെ ചെറുപ്പത്തിലേ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇത് കണ്ടു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചു തൻ്റെ മാതാവിനോട്, ഉമ്മ, എൻ്റെ ദൈവം ആരാണ്? ഉമ്മ പറഞ്ഞു, ഞാനാണ്. ഉമ്മയുടെ ദൈവമോ? അത് വാപ്പാണ്. വാപ്പായുടെ ദൈവമോ? നമ്രൂദാണ്. നമ്രൂദിൻ്റെ ദൈവമോ? ഇത് കേട്ടിട്ട് ഉമ്മാക്ക് ദേഷ്യം വന്നിട്ട് ഉമ്മ അടിച്ചു എന്ന് കാണാം. വളരെ ചെറുപ്പത്തിലെ ചിന്താശക്തി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് നൽകിയിരുന്നു. അങ്ങനെ ഈ ആസർ എന്ന ബാപ്പ ഇങ്ങനെ മണ്ണിൽ നിന്നും അതേപോലെ കല്ലുകളിൽ നിന്നും അതേപോലെ വൃക്ഷങ്ങളുടെ തടികളിൽ നിന്നുമൊക്കെ ഈ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് കണ്ടുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വളർച്ച. 7 വയസ്സായപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അള്ളാഹു പരീക്ഷണത്തിന് വിധേയമാക്കി. എന്താണ് പരീക്ഷണം? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരീക്ഷിക്കുകയാണ്. വാപ്പയായ ആസർ വിളിച്ചു, മകൻ്റെ കയ്യിലേക്ക് വിഗ്രഹങ്ങളെ കൊടുത്തിട്ട് പറഞ്ഞു കൊണ്ടുപോയി വിൽക്കാൻ. വളരെ ബുദ്ധിമാനായ മകൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വിഗ്രഹങ്ങളുമായി പോകുന്ന വഴിയിൽ പുഴ കണ്ടു. പുഴയിലേക്ക് വിഗ്രഹങ്ങൾ ഇട്ടിട്ട് പറഞ്ഞു, വേഗം നീന്തി രക്ഷപ്പെട്ടു കൊള്ളുക വിഗ്രഹങ്ങളെ. അപ്പോഴേക്ക് വിഗ്രഹങ്ങൾ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയി. അപ്പോൾ പറഞ്ഞു, സ്വന്തമായി രക്ഷപ്പെടാൻ കഴിയാത്ത, സ്വയം കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാത്ത വിഗ്രഹങ്ങളെ, നിങ്ങളെങ്ങനെയാണ് മറ്റുള്ളവരെ നിങ്ങൾ സംരക്ഷിക്കുക? പിതാവ് ഓടി വന്നു. പിതാവ് ചോദിച്ചു, നീ എന്താ കാണിക്കുന്നത്? അല്ലയോ പിതാവേ, ഈ നിങ്ങളുണ്ടാക്കുന്ന ഈ വിഗ്രഹങ്ങളാണല്ലോ ജനങ്ങൾ ആരാധിക്കുന്നത്. അത് നിങ്ങൾക്ക് സ്വന്തമായ ശക്തിയില്ല, അത് കാണുകയില്ല, അത് കേൾക്കുകയില്ല, അത് പ്രതികരിക്കുകയില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇതിനെ ആരാധിക്കുന്നത്?
അപ്പോഴേക്കും വാപ്പ പറഞ്ഞു, ഇതിന് ഞാൻ ആരാധിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം, പക്ഷേ ഇതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്, ഞാൻ ഇത് വിറ്റ് പൈസ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എന്താണ് ഒരു തരത്തിലുള്ള ഒരു ഗുണവും ചെയ്യാത്ത വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത്? അവർ കാണുന്നില്ലല്ലോ, അവർ കേൾക്കുന്നില്ലല്ലോ, അവർ സ്വയം തന്നെ രക്ഷപ്പെടാൻ സാധിക്കുന്നില്ലല്ലോ. ജനങ്ങൾ ഇതൊക്കെ കേട്ടിട്ടെങ്കിലും അവർ പറഞ്ഞത്, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ചെയ്യുന്നത് ഞങ്ങൾ കണ്ടു, അതുകൊണ്ട് ഞങ്ങളും ചെയ്യുകയാണ്. അങ്ങനെ വർഷത്തിലൊരിക്കൽ ഒരു ആരാധനാകർമ്മമുണ്ട്. അവിടെ നാട്ടിലുള്ള സകല ജനങ്ങളും പുറത്തേക്ക് പോകും. പുറത്ത് വെച്ച് അവർ വലിയൊരു ആഘോഷം നടത്തും. അങ്ങനെ ആഘോഷം നടക്കുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർ വിളിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു, എനിക്ക് വയ്യെന്ന് പറഞ്ഞു. കാരണം വേറൊന്നുമല്ല, അവർ ഈ ചെയ്യുന്ന അനാചാരങ്ങൾ കണ്ട് മാനസികമായും വളരെയധികം പ്രയാസത്തിലായിരുന്നു. അങ്ങനെ അവരെല്ലാം പോയി കഴിഞ്ഞ ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാ പ്രതിമകളെയും വെച്ചിരുന്ന അവരുടെ പ്രധാനപ്പെട്ട അമ്പലത്തിലേക്ക് കടന്നു ചെന്നു. അതാ അവിടെ 7ഓളം വിഗ്രഹങ്ങളുണ്ടായിരുന്നു. അതാ ഒന്നാമത്തെ വിഗ്രഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? തീർച്ചയായും വിഗ്രഹങ്ങൾ മറുപടി പറയില്ലല്ലോ. അപ്പോഴേക്കും അതിനൊരു അടി കൊടുത്തു. അടിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ എന്താ കേൾക്കാത്തത്? അങ്ങനെ ഒരു കോടാലിയെടുത്ത് ഒന്നാമത്തെ വിഗ്രഹത്തിനെ അടിച്ചിട്ടു, രണ്ടാമത്തെ അടിച്ചിട്ടു. സ്വാഭാവികമായിട്ട് അതൊന്നും പ്രതികരിക്കില്ലല്ലോ. 6 എണ്ണത്തിനെയും അടിച്ചിട്ടിട്ട് 7ാമത്തതിൻ്റെ കയ്യിലേക്ക് കോടാലി വെച്ചു കൊടുത്തിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാം വീട്ടിലേക്ക് പോയി. എല്ലാവിധ ആഘോഷങ്ങളും കഴിഞ്ഞ ശേഷം അതാ ജനങ്ങൾ മുഴുവൻ വരികയാണ്. അവരുടെ മുഖത്തെല്ലാം പുഞ്ചിരിയാണ്. ഈ സമയത്തേക്ക് അവർ നടന്നു വരുമ്പോഴേക്ക് അവരുടെ അമ്പലത്തിൻ്റെ അവരുടെ വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന സ്ഥലത്തേക്ക് വന്നപ്പോൾ ശ്മശാനമുഖമായ അന്തരീക്ഷം. അതാ തങ്ങളുടെ വിഗ്രഹങ്ങളൊക്കെ താഴെ വീണിരിക്കുന്നു. എല്ലാവരും കൂടെ ചോദിച്ചു, ആരാണ് ഈ അക്രമം ചെയ്തത്? എല്ലാവരും അക്രമം ചെയ്ത ആളിലേക്ക് നോക്കി. അപ്പോൾ പറഞ്ഞു, ഒരു ചെറുപ്പക്കാരനുണ്ട്, ഇബ്രാഹിം അലൈഹിസ്സലാം. അവൻ നമ്മളുടെ കൂടെ വന്നുമില്ല, അവൻ നമ്മുടെ വിഗ്രഹങ്ങളെ എതിർത്ത് സംസാരിക്കാറുമുണ്ട്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അവർ മുന്നിലേക്ക് ആനയിച്ച് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു, നീയല്ലേ ഇതൊക്കെ ചെയ്തത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ എങ്ങനെയാണ് ചെയ്യുക? നിങ്ങൾ ആരാധിക്കുന്ന ഏറ്റവും മുതിർന്ന പ്രതിമയുണ്ടല്ലോ, അതിൻ്റെ കയ്യിലാണല്ലോ കോടാലി ഇരിക്കുന്നത്, അതിനോട് ചോദിച്ചു നോക്കൂ, ഒരു പക്ഷേ അതായിരിക്കാം ഇതെല്ലാം ചെയ്തത്. അവർ ചോദിച്ചു, നീ ഞങ്ങളെ വിഡ്ഢികളാക്കുകയാണോ? നിനക്കറിയില്ലേ അവർ കേൾക്കുകയില്ല, അവർ സംസാരിക്കുകയില്ല, അവർ പ്രതികരിക്കുകയില്ല എന്ന്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിച്ചു ചോദിച്ചു, നിങ്ങൾ എന്നെയാണോ കളിയാക്കുന്നത്, അതോ നിങ്ങളെ തന്നെയാണോ കളിയാക്കുന്നത്? നിങ്ങൾ പറഞ്ഞില്ലേ അവർ കേൾക്കുകയില്ല, അവർ പ്രതികരിക്കുകയില്ല, അവർക്ക് സ്വയം പോലും അവരെ രക്ഷിക്കാനുള്ള കഴിവില്ലാത്തപ്പോൾ അവരെങ്ങനെയാണ് നിങ്ങളെ രക്ഷിക്കുക? അവരുടെ ഉള്ളിലേക്ക് അവർക്കൊരു വിചാരമുണ്ടായി, ഈ ചെറുപ്പക്കാരന മനുഷ്യൻ പറയുന്നത് ശരിയാണല്ലോ, അത് നമുക്ക് ചിന്തിക്കേണ്ട കാര്യങ്ങളാണല്ലോ. പക്ഷേ അവർ അഹന്ത, ചെറുപ്പക്കാരന ഒരു മനുഷ്യൻ പറയുന്നത് നമ്മൾ എങ്ങനെ കേൾക്കാനാണ്? ആ അഹങ്കാരം കാരണം അവർ തീരുമാനമെടുത്തു, ഇവനെ നമ്മൾ എന്ത് ചെയ്യുക? ഇവനെ നമ്മുടെ ദൈവങ്ങളെ അനുസരിക്കാത്തത് മാത്രവുമല്ല, നമ്മുടെ ദൈവങ്ങളെ ആക്രമിച്ച് അതിനെ കേടുവരുത്തി നശിപ്പിച്ചതിൻ്റെ പേരിൽ ഇവനെ തീയിലേക്ക് എറിയാൻ അവർ ഒന്നടങ്കം തീരുമാനിച്ചു. ഇതിനൊപ്പം തന്നെ ഒരു കാര്യം പറയട്ടെ, ആസർ എന്ന ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ പിതാവ് ഒരിക്കൽ പറഞ്ഞു, ദൈവങ്ങൾ അധിക്ഷേപിച്ചപ്പോൾ നിന്നെ ഞാൻ കല്ലുകൊണ്ട് എറിഞ്ഞു പോകും. അത്രത്തോളം മൂഢമായിരുന്നു അവരുടെ വിശ്വാസം. അങ്ങനെ അവർ തീരുമാനിച്ചു, ഓരോരുത്തരും തൻ്റെ വിഹിതം കൊണ്ടുവന്നു, കല്ലുകൾ കൊണ്ടുവന്നു, അതേപോലെ വൃക്ഷങ്ങൾ കൊണ്ടുവന്നു, അതേപോലെ എല്ലാവിധ കത്തിക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളും കൊണ്ടുവന്നു. കത്തിക്കാൻ തുടങ്ങി. ഒരാളെ കത്തിക്കാനുള്ള തീയല്ല കൂട്ടിയത്, ഒരു വലിയ പട്ടണം തന്നെ, അല്ലെങ്കിൽ ഒരു വലിയ സംസ്ഥാനം തന്നെ കത്തി നശിക്കാൻ പറ്റുന്ന രീതിയിൽ. എപ്രകാരമെന്ന് പറഞ്ഞാൽ, അതിൻ്റെ ചൂട് കൊണ്ട് ആകാശത്തിൻ്റെ മേളിൽ കൂടെ, ആ തീയുടെ മുകളിൽ കൂടെ പറവകൾ പറന്നു പോയാൽ ചത്ത് വീഴുമായിരുന്നു, കരിഞ്ഞു വീഴുമായിരുന്നു. അടുത്തേക്ക് പോകാൻ കഴിയാനിട്ട് അതാ ആൾക്കാർ ഒരു വലിയ മരത്തിലേക്ക് വളച്ചു വെച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൈകളും കാലുകളും ചങ്ങലകളും കയറുകളും കൊണ്ട് ബന്ധിച്ച് ദൂരേന്ന് വലിച്ചെറിയുകയാണ് ചെയ്തിരുന്നത്. അടുത്തേക്ക് അവർക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. ഇത്രയും
ഇത്രയും ഭയാനകമായ ഒരു തീ ലോകത്ത് പിന്നെ ഇതുവരെ കത്തിച്ചിട്ടില്ല. ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി, ഒരു സമൂഹത്തിനെയല്ല. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എറിയപ്പെട്ട നേരം അങ്ങനെ അതാ ആകാശത്തിൽ നിന്നിങ്ങനെ നേരെ തെറിച്ച് വീഴാൻ പോകുന്ന സമയത്ത് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയാണ്. ചോദിച്ചു, സഹായം വേണോ? അപ്പോഴേക്കും വന്നു മറുപടി, ജിബ്രീലേ അലൈഹിസ്സലാത്തു വസ്സലാം, നിങ്ങളിൽ നിന്ന് സഹായമാണെങ്കിൽ എനിക്ക് വേണ്ട, മറിച്ച് അള്ളാഹുവിൽ നിന്നാണെങ്കിൽ എനിക്ക് വേണം. ഇതാണ് പറഞ്ഞത് ഖലീലുല്ലാഹ്, അള്ളാഹുവിന് മതി കൂട്ടുകാരൻ, വേറെ ആരെയും വേണ്ട. അങ്ങനെ എന്തായാലും അള്ളാഹു പറഞ്ഞു തീയോട്, തീയേ, നീ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സമാധാനമാകണം, ശാന്തിയാകണം, തണുപ്പാകണം. അതാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അതാ തീക്കുണ്ടത്തിലേക്ക് എറിയപ്പെട്ടു. കൈകളിലുള്ള കെട്ടിയ കയറുകൾ കത്തിപ്പോയി, കാലുകളിലുള്ള ചങ്ങലകൾ ഉരുകിപ്പോയി. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവിടെ എഴുന്നേറ്റിരുന്നു, വിശ്രമിച്ചു, നടന്നു വന്നു, പുറത്തേക്ക് വന്നു. ഒരാൾ പോലും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ നോക്കാൻ ധൈര്യപ്പെട്ടില്ല. ഒരു വലിയ ഒരു ജനതയെ തന്നെ കത്തിക്കാനുള്ള തീയിൽ നിന്നും വളരെ പ്രയാസമില്ലാതെ വളരെ എളുപ്പത്തിൽ നടന്നു വന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സാധാരണക്കാരനല്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അവർ ഭയത്തോടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടത്. അങ്ങനെ ഈ സമയം നമ്രൂദ് ലഅനത്തുല്ലാഹി അലൈഹി അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ പുറത്തു വന്ന സമയത്തേക്ക് ഇത് നമ്രൂദ് ലഅനത്തുല്ലാഹി അലൈഹി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ്റെ ഉള്ളിൽ ഒരു ഭയമുണ്ടായി. ഇത്രയൊക്കെ കാണിച്ചിട്ടും ഈ അത്ഭുതങ്ങൾ നടന്നിട്ടും ഒരാൾ പോലും വിശ്വസിച്ചില്ല, ഒരാളൊഴികെ. ആരാണ്? തൻ്റെ നെഫ്യുവായ മഹാനായ ഒരു ചെറുപ്പക്കാരൻ മാത്രം. ആ ചെറുപ്പക്കാരൻ്റെ പേരാണ് മഹാനായ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം. അങ്ങനെ ഇബ്രാഹിം അലൈഹി സ്വലാമും ലൂത്ത് ആ സമയത്ത് പ്രവാചകനായിട്ടില്ല. രണ്ടുപേരും കൂടെ ചേർന്ന് ഷാമിലേക്ക് പുറപ്പെടാൻ തയ്യാറായി. ഈ സമയത്ത് നമ്രൂദ് അവരെ വിളിപ്പിച്ചു.